2026 ഏപ്രിൽ മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവചിച്ചതുപോലെ തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്നു. അതും വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ട് 102ഓളം സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നു. എന്നിട്ടും അവർക്കൊരു സർക്കാരൊന്നും രൂപീകരിക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി ചർച്ചയൊന്നും ഫിനിഷ്ഡ് ആവുന്നില്ല. ഇതിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ പ്രതിഭാസങ്ങളെ? സർവീസിനെ കുറിച്ച് ആഡം സ്മിത്ത് തന്റെ എബോക്ക് മേക്കിംഗ് ടെക്സ്റ്റ് ബുക്കായ ആൻ എൻക്വയറി ഇൻടു ദ നാച്ചുറൽ കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന 1776 എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദി ബെനവോളൻസ് ഓഫ് ദി ബുച്ചർ, ദ ബ്രൂവർ ഓർ ദ ബേക്കർ ദാറ്റ് വി എക്സ്പെക്ട് അവർ ഡിന്നർ, but regard to their own self-interest and never talk to them about our own necessities, but of their advantage just എന്നാണ്. 102 MLA-മാരെ ലഭിച്ചിട്ടും UDF-ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന ശില്പിയായ ശ്രീമാൻ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ജനഹിതത്തിനെതിരായി എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇത് കാരണമാണ് മുഖ്യമന്ത്രി ആയി അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തത്. ഇത് ഇത്രയും വിജയം നൽകിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്ന പരമാധികാരികൾ ആരാണ്? പീപ്പിളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. ആ പീപ്പിൾ ഓഫ് ഇന്ത്യയെ ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക് തള്ളിയിടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത് ആരായാലും ശരിയായതല്ല. ഇത്തരം ഹൈക്കമാൻഡുകളെ ഒരു കാലത്തും അംഗീകരിക്കുവാൻ കഴിയുന്നതുമല്ല. അതുപോലെ തന്നെ നിതിൻ രാജ്, സിദ്ധാർത്ഥ്, നവീൻ ബാബു മുതലായ യഥാർത്ഥ പോരാളികളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഭരണകൂടം പ്രവർത്തന മികവോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ പല കൊള്ളരുതായ്മകളും മുൻകാല സർക്കാരുകൾ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇത്തരം മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാത്തത് വളരെയധികം മോശമായ ഒരു സംഗതിയാണെന്ന് പറഞ്ഞ് നിർത്തുന്നു.